ഹലോ ഗൈസ്, കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മളൊക്കെ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി 5 സ്റ്റാർ ഹോട്ടലുകളും അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. അതിന് കുറേ ക്യാഷും കാര്യങ്ങളൊക്കെ കൂടുതലാണ്, എക്സ്പെൻസീവാണ്. പക്ഷേ എങ്കിൽ ഈ ചെറിയ ചെറിയ കടകളുടെ ഇതൊക്കെ നമ്മൾ അറിയാതെ പോകുന്നത് വളരെ തെറ്റാണ്. രുചികരമായ ഭക്ഷണങ്ങളൊക്കെ നമുക്ക്. ഹലോ ഗൈസ്, ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ബാബുവിൻ്റെ വീട്ടിലുള്ള ചേച്ചിമാരെയൊക്കെയാണ്. നമുക്കൊന്ന് പരിചയപ്പെടാം. വിജയലക്ഷ്മി ഇതിൻ്റെ ഓണറുണ്ട്, സരസ്വതി എന്ന് പറഞ്ഞ മാഡമാണ്. അദ്ദേഹം ബാബു എന്ന് പറയുന്ന ആളുടെ ഭാര്യയാണ്. പിന്നെ ഞങ്ങൾ മൂന്ന് കൂട്ടുകാരികൾ തമ്മിൽ ചേർന്ന് നടത്തുന്ന ഒരു സംരംഭമാണ്. അത് രാവിലെ 7 മണിക്ക് വന്ന് തുടങ്ങിയാൽ ഒരു 12 മണിയോടുകൂടി ഞങ്ങളിവിടെ ഊണുകളെല്ലാം സെറ്റാക്കി വരും. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പച്ചക്കറി, അതായത് കോവയ്ക്ക, നിത്യവഴുതനം, പിന്നെ കപ്പളങ്ങ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. കപ്പളങ്ങ, ചീര, ചക്ക ഇതൊക്കെ ചേർത്തിട്ടുള്ള നാടൻ വിഭവങ്ങൾ കൊണ്ടാണ് ഈ വീട്ടിലെ ഊണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഉള്ളതൊക്കെ ഒന്ന് കാണിക്കാമോ? ഇപ്പോൾ ഉള്ള കറികളെന്ന് പറയുമ്പോൾ എല്ലാം ഏകദേശം തീർന്നിരിക്കുന്ന സമയമാണ് ഇപ്പം വന്നിരിക്കുന്നത്. സാമ്പാർ, മീൻകറി, ചക്കയവിയൽ. ഗൈസ്, ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള കറികളാണ്, നല്ല നാടൻ കറികളാണ് ഇവിടെ ഉള്ളത്. തോരൻ കറി, പയർ തോരൻ, സാമ്പാർ, നല്ല അസൽ സാമ്പാർ, പുളിശ്ശേരി. ഞാൻ ഇവിടെ നിന്ന് കഴിച്ചതാണ്, ഇപ്പം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇപ്പം മീൻകറിയൊക്കെ കാലിയായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ചക്ക അവിയൽ, ചക്ക വെച്ചിട്ടുള്ള അവിയലുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇരുമ്പുളി അച്ചാറാണ്. പിന്നെ വേറൊരു പ്രത്യേക തരം ഒരു സംഭവം ഇവിടെ ഞാൻ ഒരു മെഴുക്ക് പുരട്ടി കണ്ടു, അതിനെക്കുറിച്ച് സംസാരിക്കും. നിത്യവഴുതനം എന്ന് പറഞ്ഞ ഒരു പച്ചക്കറിയാണ്. ഇത് നമ്മുടെ തൊടിയിൽ തനിയെ ഉണ്ടായി വന്ന് വളരെയധികം ഫലം തന്നുകൊണ്ടിരിക്കുന്ന ഒരു പച്ചക്കറിയാണ് നിത്യവഴുതനം. അത് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കി നന്നായി വളർത്താൻ പറ്റുന്ന ഒരു ചെടിയും കൂടെയാണ്. അതിൻ്റെ ഒരു മെഴുക്ക് പുരട്ടിയാണ് ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യലായിട്ട്. എങ്ങനെയുണ്ട് ഈ കട നമ്മൾ മുന്നോട്ട് പോകുന്നത് തുടങ്ങി 2 മാസമായതേ ഉള്ളൂ. എങ്കിലും ദിവസവും തോറും ഊണിൻ്റെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. 10-30 ഊണെങ്കിലും ഒരു ദിവസം പോകും. ഗൈസ്, ഞാനിപ്പോൾ വന്നത് 4 മണിയായപ്പോഴാണ്. ഇവിടെ വന്നപ്പം ഞാൻ ഇങ്ങനെ ചേച്ചിമാരോട് പറഞ്ഞ് എനിക്ക് വിശക്കുന്നുണ്ട്, ചോറ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വളരെ സ്നേഹത്തോടെ എനിക്ക് ചോറും മനസ്സ് നിറഞ്ഞെടുത്ത് എനിക്ക് കഴിക്കാൻ തന്നു. ഒരുപാട് കറികളൊക്കെ നമുക്ക് ആവശ്യത്തിന് തരും. ഒത്തിരി സന്തോഷിച്ച് പുഞ്ചിരിച്ച് നിൽക്കുന്ന ചേച്ചിമാരാണ്. നിങ്ങൾ ഈ കടയുടെ സ്പോട്ട് ചേച്ചി പറയും, നിങ്ങളൊന്ന് നോക്കുക. കായംകുളത്ത് നിന്നും അടൂർ KP റോഡിലൂടെ വന്ന് 3-ാം കുറ്റി ജംഗ്ഷനിൽ ഇറങ്ങി വടക്കോട്ട് നടക്കുമ്പോൾ മഞ്ഞാടിത്തറ എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ് ദീപം ഓഡിറ്റോറിയത്തിൻ്റെ സമീപത്തായിട്ടാണ് ഈ ഹോട്ടൽ ഉള്ളത്. ഹോട്ടൽ എന്ന് പറയാൻ പറ്റില്ല, വീട്ടിലൂണാണ്. നമ്മുടെ കടയിൽ ഹോട്ടലിൻ്റെ മുതലാളി ഓണറാണ് സരസ്വതി ബാബു എന്നാണ് പേര്. എങ്ങനെയുണ്ട്? ചേരുവകളെല്ലാം ചേർത്ത് നല്ല രീതിയിലുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത്. രുചിക്കൂട്ടോ ഭക്ഷണമുള്ള കളർ കൂടാതെ ഒന്നും ഞങ്ങൾ ഊണ് മാത്രമായിട്ടാണ് നമ്മൾ പോകുന്നത്. മാത്രമായിട്ട് പിന്നെ വൈകിട്ട് 10 വർഷം. എത്ര മണിക്ക് രാവിലെ വർക്ക് തുടങ്ങുന്നു? രാവിലെ ഞങ്ങളൊരു 11:30 വരെ നമുക്കതൊക്കെ അറിയാം. അപ്പൊ ഇത്രയും വിഭവങ്ങൾ 3 പേര് തന്നെയാണ് ചെയ്യുന്നത്? ഞങ്ങൾ തന്നെ ചെയ്യുന്നത്. വേറെ വീട്ടിലെല്ലാവർക്കും സന്തോഷമായിട്ട് തന്നെയാണ്, സപ്പോർട്ടാണ് എല്ലാവരും. കുടുംബം മൂന്നും നല്ല സന്തോഷത്തോടെ ഞങ്ങളൊപ്പം നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ കറികൾ ഒന്നുകൂടി പറയുകയാണ്. പയറ് തോരൻ, സാമ്പാർ, പുളിശ്ശേരി, അച്ചാറ്, മീൻകറി എല്ലാം തീർന്ന് ആസ്വദിക്കുന്നത് ശരിയെ കാണിക്കുക. എല്ലാം തീർന്നു. അതായത് ഗൈസ്, ഈ ചേച്ചിമാരെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഇവരുടെ പറമ്പിൽ നിൽക്കുന്ന തെങ്ങിൽ നിന്ന് ഉണ്ടാക്കുന്ന കൊപ്ര ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്, കറികളാണ് ഇവിടെ നമുക്ക് വളരെ രുചികരമായി ലഭിക്കുന്നത്. അപ്പം എല്ലാവിധ ആശംസകളും ചേച്ചിമാരെ. എല്ലാവരും ഇതിൽ വരുമ്പം 3-ാം കുറ്റിയല്ലേ? ശരവണ